മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പുതിയ ലോകമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ തുറന്നിടുന്നത്. ഒരു സൂപ്പർ ഹീറോ ചിത്രമെന്ന നിലയിൽ കാഴ്ചക്കാരന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് സംവിധായകൻ ഡൊമിനിക് അരുണും നിമിഷ് രവിയും ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമയിലെ ദൃശ്യഭംഗിക്ക് മനോഹാരിത കൂട്ടിയ ഒരു സ്ഥലമുണ്ട്. സഞ്ചാരികൾക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത കണ്ണൂരിലെ കുഞ്ഞിപ്പറമ്പ് ഗുഹ ഇപ്പോൾ ലോക സിനിമയിലെ താരമാണ്. സിനിമയുടെ അവതരണ രീതി കൂടുതൽ റിയലിസ്റ്റിക്കായി കാണികളിലേക്ക് എത്തിക്കാൻ ഈ ലൊക്കേഷനുകൾ ഏറെ സഹായിച്ചിട്ടുണ്ട്. സിനിമ കണ്ടവർക്കറിയാം, സിനിമയിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഇത് എവിടേക്കുള്ള സ്ഥലമാണെന്നാണ് ആദ്യം കാണികൾക്ക് തോന്നുക. ഇപ്പോൾ ലോക സിനിമയെക്കുറിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഈ സിനിമയുടെ ഗുഹാരംഗങ്ങൾ ചിത്രീകരിച്ചത് എവിടെയാണെന്ന്. കേരളത്തിലെ വിവിധ ഗുഹാരൂപങ്ങളെ ഷൂട്ടിംഗ് സ്ഥലങ്ങളാക്കി കണക്കാക്കി നിരവധി പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ സ്ഥലം കണ്ണൂരിലെ കുഞ്ഞിപ്പറമ്പ് ഗുഹകളാണെന്നാണ്. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിപ്പറമ്പ് കേവ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗുഹയ്ക്ക് ഏകദേശം 500 മീറ്റർ നീളമുണ്ട്. സ്വയം രൂപപ്പെട്ടതും പ്രകൃതിദത്തവുമായ ഒരു ഗുഹാ സംവിധാനമാണിത്. ശരാശരി 5 മുതൽ 15 മീറ്റർ ഉയരമുള്ളതാണ് ഈ ഗുഹ. വീതി ഏകദേശം 10 മീറ്റർ ഉണ്ട്. ഗുഹയുടെ ചില ഭാഗങ്ങളിൽ ഉയരം 1 മീറ്റർ വരെ കുറയുകയും ചിലയിടത്ത് 15 മീറ്റർ വരെയും ഉണ്ടാകും. 1 മീറ്റർ ഉയരമുള്ളിടത്ത് നമ്മൾ മുട്ടിലിഴഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും. ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചാൽ അതിഭീകര ഇരുട്ടാണ്. കയ്യിൽ നിർബന്ധമായും ഒരു ടോർച്ച് കരുതേണ്ടതുണ്ട്. മിനി ഗുണ കേവ് എന്നാണ് നാട്ടുകാർക്കിടയിൽ ഈ ഗുഹ അറിയപ്പെടുക. പയ്യാവൂരിനടുത്ത് ഇരട്ടി പേരാവൂരിലെ ചന്ദനയ്ക്കാം പാറയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് ഈ ഒരു ഗുഹയുള്ളത്. ഇവിടേക്ക് വേനൽക്കാലത്ത് ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. ഗുഹയിലേക്ക് സന്ദർശകരെ എത്തിക്കുന്നതിനുള്ള പടികൾ രൂപകൽപ്പന ചെയ്തതിൽ ഒരു പ്രാദേശിക പുരോഹിതൻ പ്രധാന പങ്കു വഹിച്ചതായി പ്രദേശവാസികൾ ഓർമ്മിക്കുന്നു. കണ്ണൂരിൽ നിന്ന് 46 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഇരുട്ട് മൂടിയ ഗുഹയിൽ കയറി ഏകദേശം 100 മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മുകളിൽ ഒരു വലിയ ദ്വാരം കാണാം. അതിൽ നിന്നും പ്രകാശം ഉള്ളിലേക്ക് പതിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പുറത്ത് എത്ര ചൂടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല തണുപ്പാണ്. ധാരാളം ചെങ്കല്ലുകൾ പൊട്ടി വീണതുകൊണ്ട് തന്നെ ഗുഹയുടെ ഉള്ളിൽ കൂടിയുള്ള വഴിയിലൂടെ ശ്രദ്ധിച്ചു നടക്കണം. ഇവിടുത്തെ ലൈറ്റ് ഹോളിൽ എത്താൻ നിങ്ങൾ ഇഴഞ്ഞു നീങ്ങണം. വവ്വാലുകളുടെ സാന്നിധ്യം സൂക്ഷിക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് ഗുഹകൾ അപകടകരമാണ്. അവിടെ നിന്ന് ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഗുഹകൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരത്തിനായി ഇത് ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ പഞ്ചായത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും വിനോദസഞ്ചാരികൾ ഇപ്പോഴും ഗുഹകൾ സന്ദർശിക്കാറുണ്ട്. മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും ഇടയ്ക്കിടെ ഗുഹയിൽ താമസിക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യവും പലരും ആരോപിക്കുന്നുമുണ്ട്.